ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഹായ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഒരു നടത്തമൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അതെ. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് എണീറ്റ് ഒരു ഹവർ വാക്ക് ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ പ്ലാനൊക്കെ ഞങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു. അതെ, ഞങ്ങൾ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ദിവസം ജിമ്മിൽ പോവുക, ഒരു ദിവസം വാക്ക് ചെയ്യുക, അങ്ങനത്തെ രീതിക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ജിമ്മിൽ പോകുന്ന സമയത്ത് മസിൽ റിക്കവറിക്ക് ചെറിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് വരുത്തി നോക്കുകയാണ്. ശരിക്കും വീക്കിലി ഒരു 3 to 4 days വർക്കൗട്ട് ചെയ്താൽ മതി. ഡെയിലി അങ്ങനെ ജിമ്മിൽ പോകേണ്ട അതാണ് ആവശ്യമില്ല. ഏറ്റവും നല്ലത്. അപ്പോൾ ഈ രാവിലെ നേരത്തെ എണീക്കുന്നത് നല്ലതാണ്. അപ്പോൾ നേരത്തെ എണീച്ചിട്ട് നമ്മൾ വാക്ക് ചെയ്യുക, അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇറങ്ങുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവുകയും ചെയ്യും. ഈ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുന്നത് ശരീരത്തിനാണെന്നുണ്ടെങ്കിലും മൈൻഡിനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തോതിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. കാരണം ഒരുപാട് സമയവും നമുക്ക് കിട്ടുകയും ചെയ്യും. അതെ, നമ്മൾ ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് എന്നുള്ള കോട്ട് കേട്ടില്ലേ, അത് ശരിക്കും കറക്റ്റാണ്. അപ്പം നമ്മൾ രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ നേരത്തെ എണീക്കണം. വാക്കിംഗ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെ, കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ് ആണെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ആൾക്കാരിൽ വരുന്ന സ്ട്രോക്ക്, അറ്റാക്ക് ഇതൊക്കെ കുറയ്ക്കാനും ഇത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ബോഡിയിലെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ വാക്കിംഗ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഡെയിലി വാക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ് കുറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ജിമ്മോ അല്ലെങ്കിൽ വാക്കിങ്ങോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് സാധനം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും കലോറീസ് നല്ല നമ്മുടെ ബോഡിയിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ബേൺ ആവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് വാക്കിങ്ങും പിന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. അതെ. അപ്പോൾ നിങ്ങൾ കുറച്ചെന്നെങ്കിലും നിങ്ങളുടെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈല് കൊണ്ടുവരിക. അതായത് ഹെൽത്തി ഈറ്റിങ്, നല്ല സ്ലീപ്പ്, പ്രോപ്പർ ന്യൂട്രീഷൻ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. കുറച്ച് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബോഡിയിലും ചേഞ്ച് ആവും, സ്കിന്ന് ചേഞ്ച് ആവും. വെള്ളമൊക്കെ ഒരുപാട് നല്ല രീതിക്ക് കുടിക്കുക. നമ്മുടെ മൈൻഡ് തന്നെ ടോട്ടലി ചേഞ്ച് ആവും. അപ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ. പിന്നെ രാവിലെ നടക്കുമ്പോൾ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ നടക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഫാറ്റ് ലോസിന് സഹായിക്കുള്ളൂ. അതെ. നിങ്ങൾക്ക് രാവിലെ എണീറ്റിട്ട് 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം രാവിലെ എണീച്ചിട്ട് വെറുമായിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അതെ, എന്നിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങുക. നിങ്ങൾക്ക് ഇനി മടിയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി നടക്കാൻ ഇറങ്ങുക. അങ്ങനെ കുറച്ചും കൂടെ ജോളിയായിട്ട് നടക്കാൻ പറ്റും. അതെ, നടക്കണം, കഥ പറഞ്ഞിട്ട് അവിടെ ഇവിടെ ആയിപ്പോരുത്. പിന്നെ കൺസിസ്റ്റൻസി ഈസ് ദ കീ. നിങ്ങൾ ഇന്ന് നടന്ന് വിചാരിച്ച് നാളെ നടക്കാതിരിക്കരുത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ കോമ്പറ്റീഷൻ ടൈമിൽ ചെയ്തൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ എൻ്റെ ഫാറ്റ് ലോസിന് വേണ്ടി സഹായിച്ച ഏറ്റവും നല്ല കാര്യമാണ് വാക്കിംഗ്. കോമ്പറ്റീഷൻ്റെ ആ ടൈമിലൊക്കെ നമ്മൾ ഡെയിലി നടന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകാൻ പറ്റിയ ബോഡി ചേഞ്ച് ആയി, മൈൻഡ് ചേഞ്ച് ആവും, കുറച്ചും കൂടെ സ്ട്രോങ് ആവും. യെസ്. അപ്പോൾ അങ്ങനത്തെ സ്ട്രോങ് മൈൻഡൊക്കെ വരട്ടെ. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ. ഓക്കെ.